ഇത് കണ്ടോ, ഇതന്നെ 2 lions adopted by SBI. 2 ലയണിനെ SBI അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് എൻഡേഞ്ചർഡ് സ്പീഷ്യസിൽ വരുന്നതുകൊണ്ട് 2 എണ്ണത്തിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും 2 എണ്ണത്തിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അഡോപ്റ്റ് ചെയ്തതിനൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടുത്തെ വൈൽഡ് ആനിമൽ ഹോസ്പിറ്റലാട്ടോ. അവർക്ക് എന്തെങ്കിലും ആനിമൽസിന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അവരെ. ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കയറാനുള്ളവരായിരിക്കും കേട്ടോ മിക്കവാറും. ഈ വണ്ടി തന്നെ കേട്ടോ നമ്മൾ പോണേ. ഈ വണ്ടിയിലാണ് നമ്മൾ ഇനി സഫാരിക്ക് പോകുന്നത്. എല്ലാവരും കയറി അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് സീറ്റ് ഉണ്ടോ എന്തോ നോക്കാം. അമ്മച്ചി കയറിക്കോ. നമുക്ക് ലാസ്റ്റ് സീറ്റ് തന്നെ. കുറേ നേരമായിട്ട് ലാസ്റ്റ് സീറ്റ് കിട്ടണം. ഇത് കുഴപ്പമില്ല, ദിസ് ഇസ് ഫൈൻ. കണ്ടോ നമ്മുടെ ബേഡാക്കി ഇരിക്കണ കണ്ടോ, ബേഡാക്കി ഇരിക്കണ കണ്ടോ. എൻ്റെ ബേഡാക്കി ആദ്യമായിട്ടാണോ കാണാൻ പോണേ? അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് ബെഡിനെ അറിയാമോ? നിഞ്ച അറിയാവോ? അറിയത്തില്ലേ? അയ്യോ സാരമില്ല, നമ്മളിപ്പോൾ നിന്നെ കാണിച്ചു തരാടി. നിനക്ക് ഇപ്പൊ ഒന്നും മനസ്സിലാകത്തില്ല, നിനക്ക് വലുതാകുമ്പോൾ മനസ്സിലാവും കേട്ടോ. കേട്ടോ ബെറ്റി, L for lion, T for tiger ആട്ടോ. കേട്ടോ ബെറ്റി, ടൈഗറും ലയനൊക്കെ നിൽക്കുന്ന സ്ഥലം എത്താറായി എന്ന് പറയും. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ അതിലെ കൂടെ ഒക്കെ ആളുകളൊക്കെ നടന്നു വരുന്നുണ്ട്. ഇതുപോലത്തെ വണ്ടികളിലൊക്കെ ആളുകൾ പോകുന്നുമുണ്ട്. നമ്മളെ ഒരു പറ്റിക്കുവാണോ? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല വണ്ടികൾ. ഈ ഏരിയ വരെ വണ്ടികൾക്ക് വരാൻ പറ്റത്തുള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോരാൻ പറ്റത്തില്ല. നമ്മൾ ഇതേ വഴിയിലേക്ക് കയറി. അത് അടച്ചിട്ടേക്കും കേട്ടോ. ഈ വഴി അടച്ചിട്ടേക്കും കേട്ടോ. ഇത് നോക്കിയേ, ടമ്പോ നോക്കിയാ നല്ല രസം. രണ്ട് ഗേറ്റ് ആട്ടോ, 2 ഗേറ്റ് ആട്ടോ. അത് നമുക്ക് തുറന്നു തന്നെ. അപ്പൊ ഈ ഗേറ്റ് അടച്ചു കണ്ടോ. ഇനി ആ ഗേറ്റ് തുറക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇയാളിത് എങ്ങോട്ട് നടന്നു പോനെ? അതേ കണ്ട. അതിൻ്റെ ഒരാൾ അപ്പുറത്തോടെ നടന്നു പോണു. ഓക്കെ സെറ്റ്. ഇതിന്റെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നൈസ് സ്ഥലം. അങ്ങനെ നമ്മൾ ടൈഗറിന്റെയും ലയണിന്റെയും സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവരെ കാണണം എന്നുള്ള ആഗ്രഹം, തൊട്ടടുത്ത് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. വന്നാൽ മതിയായിരുന്നു. ബെഡാണെങ്കിൽ കുറെ നേരമായിട്ട് പാട്ടാ. ശരിക്കും ഇങ്ങനെ ഈ ഒരു വണ്ടിയിലല്ല പൊതുവെ കണ്ടേക്കുന്ന. മറ്റു വണ്ടികളൊക്കെ മറ്റേ ഈ ഗ്രില്ലൊക്കെ വെച്ച വണ്ടിയിലാണ് പോകുന്നത്. നമ്മൾ ഈ വണ്ടിയിലാണ് ഇപ്പൊ പോകുന്നത്. നമ്മളിപ്പോ അതിലെത്തുക. ബെറാക്കിക്ക് കാണാൻ പാത്ത ടൈഗർ ഇപ്പൊ ഇവിടെ കിടക്കണം. 3 4 അവിടെ കിടന്ന് ഉറങ്ങണത്. അവിടെ കിടന്ന് ഉറങ്ങണത്. ഇത് ശരിക്കും HP അഡോപ്റ്റ് ചെയ്ത 3-4 ആട്ടേക്കട. അവിടെ 2 എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഇവിടെ 4 കിടക്കുന്നുണ്ട്. അവരെ ഇണയർക്കാൻ കൊണ്ട് ഇട്ടേക്കുന്നതായിരിക്കും. കണ്ട ബെറാക്കി കാണുന്ന കണ്ടോ? കൺഫ്യൂഷൻ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? അതെ രാഘവേന്ദ്ര തോന്നുന്നത് ഇത് ഇവര് സ്പോൺസർ, ഈ HP-കാര് സ്പോൺസർ ചെയ്തേക്കുന്നതാണ് ഇവരെ. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു ഇവരെ കേജിൽ ഇട്ടേക്കുന്നത്. അവരെ അഡോപ്റ്റ് ചെയ്തേക്കുന്ന ഇവരെ. അതേ കണ്ട ബെജി നോക്കിയേ. ബെഡ് നോക്കിയിരിക്കുക കേട്ടോ. ടൈഗർ ബെഡിന്റെ ടൈഗർ ഒരുത്തർ ഉറങ്ങി കിടക്കണ്. ചത്തുപോയതാണോ അത്? അല്ലല്ല, കിടക്കുന്നു താഴെ. നമ്മുടെ തൊട്ടടുത്താട്ടോ. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങോട്ട് വരും, പക്ഷെ അവൻ വരത്തില്ല. അവൻ കിടന്ന് ഉറങ്ങുക. ഭയങ്കര ചൂടായതുകൊണ്ട് കിടന്ന് ഉറങ്ങുക. ഹോണൊന്നും അടിക്കത്തില്ല അവര്. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് അത് വെള്ളത്തിൽ പോയി കിടക്കും കേട്ടോ. പാവമുണ്ട്. പാവെന്നൊക്കെ അതിനെ അയച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെടുത്ത് തിന്നും. അപ്പൊ ഈ പാവം എല്ലാം തീരും. അതാണ്ട് എനിക്ക് തോന്നണേ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ എങ്ങാനും എഴുന്നേറ്റ് കഴിഞ്ഞാൽ രസമായിരിക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാണാൻ രസമായിരിക്കും. പക്ഷെ നമ്മുടെ തൊട്ടടുത്താട്ടോ ഈ സാധനം കിടക്കുന്നത്. അവിടെ കിടക്കുക. അങ്ങനെ നമ്മള് ഇത് കണ്ടോ, ഗേറ്റ് അടയ്ക്കണുണ്ടോ? നമ്മൾ വന്ന ഗേറ്റിൽ നിന്ന് നമ്മൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങാം. എനിക്ക് തോന്നുന്നു വേറെ സ്ഥലത്തേക്ക് ഉണ്ട്. ഇതിപ്പോ നമ്മൾ കാണിച്ചത് അഡോപ്റ്റ് ചെയ്ത ടൈഗറിനെ, ലയനെ കാണിച്ചിട്ടില്ല. ടൈഗറിനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ദത്തെടുത്ത് വളർത്തിയ ടൈഗറിനെ കാണിച്ചിട്ട്. താഴെ കിടന്ന വേറെ ആണല്ലേ? അതിനെ മാത്രമേ ഇവരുടെ കൂടത്തിൽ കൊണ്ട് ഇട്ടേക്കൂ. അതിനാരെങ്കിലും ഒന്ന്, നിങ്ങൾ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വളർത്തുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എവിടെ
ആ അതെ അതെ അതെ, മാൻ കാലയിൽ മുള്ളു കൊള്ളാതെ ഓടുന്നു. ഓക്കെ, ബെഡ് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ കാണുന്നുണ്ട് കേട്ടോ, ബെഡിനൊക്കെ ഇഷ്ടമാട്ടെ. ഇവർ കാണുമ്പോൾ നോക്കിയിരിക്കുവാണ്, ടൈഗറിനൊക്കെ നോക്കിയിരിക്കുവാട്ടോ ബെഡാക്കി. സംഭവം മനസ്സിലായോ? നമ്മള് ടൈഗറിനെ നമ്മൾ ഈ ബസ്സിനെ കൊണ്ട് കാണിച്ചു. സിംഹത്തിനെ കാണിക്കാൻ കൊണ്ടുവന്ന ബസ്സാണ് ദാ കിടക്കണ ബസ്. കാരണം സിംഹം കുറച്ചുകൂടെ അക്രമകാരി. എനിക്ക് തോന്നുന്നത് സിംഹത്തിനെ അഴിച്ചു വിട്ടേക്കുക, കേജിലല്ല. അതുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുപോലത്തെ ഗ്രില്ലൊക്കെ ഇട്ട വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് സിംഹത്തിനെ കാണിക്കാൻ. ഓക്കെ ഫൈൻ. അങ്ങനെ ഞങ്ങൾ പുലിനെ കണ്ടിട്ട് ഇറങ്ങുന്നു. ഇനി സിംഹം. ചെറുതായിട്ട് പണി പാളിയൊന്നൊരു സംശയമില്ലാതില്ല കേട്ടോ. കാര്യം അവിടുത്തെ അത്രയും 5-6 പുലിനെ നമ്മൾ കണ്ടു, അത്ര ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇനി സിംഹത്തിനെ നമ്മൾ കാണിക്കാൻ കൊണ്ടുപോകുന്നില്ലെന്നാണ് തോന്നണേ. സിംഹം ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഈ പുള്ളിയുടെ അടുത്തൊന്ന് ചോദിച്ചാലോ? ചോദിച്ചേ, ആ പുള്ളിയുടെ അടുത്തൊന്ന് പോയി ചോദിച്ചേ, ഇത്രേ കാണിക്കുന്നുള്ളൂ ചോദിച്ചേ, അവിടെ കണ്ടത് മാത്രമേ ഉള്ളൂ ചോദിച്ചേ. റോഡിന്റെ പണി നടക്കും, അതുകൊണ്ട് ലൈൻ സഫാരി ബന്ധാക്കി വെച്ചു. അയ്യേ, ലൈൻ സഫാരി അവർ കട്ട് ചെയ്ത് കേട്ടോ. കാരണം റോഡ് പണി നടക്കുന്നതുകൊണ്ടേ ലൈൻ സഫാരി ഇല്ലെന്ന്. അപ്പോൾ പക്ഷെ നമ്മുടെ ഇത് പൈസ ഒന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അവർ ഒറിജിനൽ ആ പൈസ തന്നെയാണ് മേടിച്ചേക്കുന്നത്. ഈ 6 പുലിനെ കാണാനാണെങ്കിൽ നമ്മൾ നാഷണൽ ജിയോഗ്രഫിയിൽ കണ്ടേനെ. നമ്മളെ പറ്റിച്ചു. ഇവരൊക്കെ അതേ വെറുതെ കേട്ടോ. ഇവർ ലയണിനെ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കയറുന്ന അന്ന് എടാ ടിക്കറ്റ് കൗണ്ടറിൽ പറഞ്ഞില്ലേ അത് അടച്ചിട്ടില്ല? അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ലൈനിൻ്റെ അടച്ചിട്ടേക്കാവുന്നു. അത് പറയുമായിരുന്നെങ്കിൽ നമ്മൾ എടുക്കത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, സാരമില്ലെങ്കിൽ പോട്ടെ. നമ്മൾ ടൈഗറിനെ കണ്ടു. ബെഡ് നിനക്ക് സിംഹത്തിനെ കാണാനുള്ള ഒരു ലക്കില്ല. തൽക്കാലം നീ തന്നെ സിംഹം. ഇതാട്ടോ ഒരു വണ്ടി. ഈ വണ്ടിയാണ് നമ്മുടെ അടുത്ത് അവിടെ വെച്ച് എടുക്കാൻ പറഞ്ഞത്. ബസ്സിന്റെ ടിക്കറ്റ് വെച്ച് പോകാൻ പറ്റുമെന്ന് വെറുതെ ചോദിച്ചതാ. പക്ഷെ ബസ് ടിക്കറ്റ് വെച്ച് ചേച്ചിയുടെ കൂടുതൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പോൾ ചേച്ചി ഭയങ്കര പ്രതീക്ഷയോടെ നമ്മുടെ അടുത്ത് പറയാം അവിടെ പോയി നിന്നാൽ ബസ് കിട്ടുമെന്ന്. എന്നെ കാണിക്കാനെന്ന് പറയാം, അത് നമുക്കും അറിയാം. ഈ ഏരിയയിൽ ഇവിടെ ബോട്ടിങ്ങിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതും നിർത്തിയിട്ടേക്കുവാണേ. അവിടെ എല്ലാം തുരുമ്പ് പിടിച്ച് കിടക്കും അവിടെ മൊത്തം. അങ്ങനെ ഞങ്ങൾ ടൈഗറിനെ കണ്ടു. ലയണിനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല, അവിടെ പണി നടക്കുവാണെന്ന് പോലും. അപ്പം ലയണിനെ നമുക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത് നമ്മുടെ എൻട്രൻസിലേക്ക് പോകാനുള്ള ബസ് കാത്തിരിക്കുവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ കാണാം. അവിടെയൊക്കെ ഇതാണ് നമ്മൾ. അല്ല, ബോട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. അതെ, അവിടെ ആരോ ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്. അങ്കിളും മോനും കളി തുടങ്ങി. കൺട്രോൾ പോയില്ല, കൺട്രോൾ പോയി കളി. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോടാ നിനക്ക്? ഇങ്ങനെ ചെയ്യാൻ പറ്റുമോടാ? ശരിക്കും പറഞ്ഞാൽ ആദ്യം മുതലേ ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്ത് വന്നിട്ട് അവസാനം സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഒരാളെ മാത്രം. ഇപ്പം നമ്മൾ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി ഇവിടെ പണി നടക്കുമെന്ന് അറിഞ്ഞപ്പോൾ. സാരമില്ല, നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ലയണിനെ കാണും. ബെഡിനെ കാണിച്ചു കൊടുക്കും. ബെഡി, നിന്നെ പിന്നെ എപ്പോഴെങ്കിലും ലയണിനെ കാണിച്ചു തരാം കേട്ടോ കൊച്ചാ. ശരിക്കും ഇത് ഉച്ച സമയമാണ്, നല്ല ഉച്ച സമയമാണ്. ഭയങ്കര ചൂടും, ഇപ്പോൾ ഭയങ്കര ചൂടിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ടയേർഡായി. ഭയങ്കര പ്രതീക്ഷയോടെ ഇറങ്ങിയതായിരുന്നു, പക്ഷെ ഭയങ്കരമായി ടയേർഡായി. പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു. സിംഹത്തിനെ കാണാൻ പറ്റാതെ നമ്മുടെ ഭയങ്കര വലിയൊരു നഷ്ടമായി പോയി. അങ്ങനെ നോക്കി നിന്ന് അവസാനം നമുക്ക് പോകാനുള്ള വണ്ടി വന്നു. നമ്മൾ ഇതിനകത്ത് കയറി ഇനി നമ്മൾ ആ എൻട്രൻസിൻ്റെ അവിടെ ചെന്നിട്ട് നമുക്ക് പതുക്കെ ഫുഡ് കഴിക്കണം. നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ഈ ഏരിയയിലാട്ടോ ബോട്ടിങ്ങിൻ്റെ ആൾക്കാർ വന്നേക്കണേ. ആ ഏരിയയിൽ ബോട്ടിങ്ങിനായിട്ട് കയറുന്ന സ്ഥലം ചെറിയൊരു തടാകമാണ്, ചെറുത് ഒരെണ്ണമാണ്, വലിയ സെറ്റപ്പൊന്നുമല്ല, ചെറുത്. അതേ, ഞങ്ങൾ കൊണ്ടുവന്ന പുലാവ് റൈസും ചിക്കനും ഞങ്ങൾ പതുക്കെ കഴിക്കാൻ തുടങ്ങി. ഞങ്ങളിവിടെ നോക്കിയപ്പോഴും അവരുടെ ഇപ്പം നടന്നതാണ്. ആ മേളിൽ നിന്നൊരു ചില്ല താഴത്തേക്ക് വീണു. ഒരു ഇച്ചിരി അങ്ങാണ്ട് കൊണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. കണ്ട ബെഡ് തന്നെ പാടി ഉറങ്ങാനുള്ള പരിപാടിയാണ്. അയ്യോരി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഇനി ഇവിടുത്തെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുണ്ട്, അങ്ങോട്ടേക്കുള്ള പോക്കലാണ്. അപ്പോൾ ചേട്ടൻ പറയായിരുന്നേ, നേരത്തെ കോവിഡിന് മുമ്പൊക്കെ
മറ്റേ ആ നാഷണൽ പാർക്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അവിടെ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ അവിടെ അങ്ങോട്ട് നീങ്ങിയ പൈസ, ഇങ്ങോട്ട് നീങ്ങിയ പൈസ കണ്ടായിരുന്നല്ലോ നിങ്ങൾ. 50 രൂപ, 60 രൂപ, 136 രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒലീനെ കാണിക്കാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് സിംഹത്തിനെ കാണിച്ചില്ല. അത് മോശമായിപ്പോയി. പൈസ മേടിച്ചു. പക്ഷേ അതിൻ്റെ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് കേട്ട്. ആരും എഴുതി വെച്ച്, ഞങ്ങൾ കണ്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സ്ഥലത്ത്. ദേസർ എന്ന് പറയുന്ന സ്ഥലമാണ്. ആരാ അത്? അയ്യോ, ഉറക്കത്തിലാണോ വെച്ചേ? അയ്യോ, എന്നെ പിന്നെ ഉറക്കത്തിൽ തീർത്തേ. നമ്മൾ നേരത്തെ കണ്ട ഉപ്പുപാടത്തിന് അതല്ല ഇത് വേറെ, പക്ഷെ തൊട്ടടുത്ത് തന്നെ. അതിവിടെ കാണാം അല്ലേ? ഇത് കണ്ടോ, ആ മേളിൽ ഇങ്ങനെ വൈറ്റായിട്ട് നിൽക്കുന്നുണ്ടോ? അതൊക്കെ ഉപ്പിൻ്റെ ഇതാട്ടോ. ഇത് കണ്ടോ, നമ്മളിപ്പോൾ പോകുന്ന വഴി ഇപ്പോൾ ഇവിടെ ഫ്ലാറ്റും ടവർ കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ വേളാങ്കണ്ണി പോണ വഴി പോലെ ആയില്ല. നാടൻ ഏരിയ ആണല്ലോ ശരിക്കും വേളാങ്കണ്ണി പോണ വഴി. നമ്മുടെ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പോണ വഴി പോലെ തന്നെയുണ്ട് ഇവിടുത്തെ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകുമ്പോഴും. കണ്ടോ, നമ്മൾ മുംബൈയിൽ ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരാൻ നേരത്തെ ഇവിടെ സെപ്പറേറ്റ് ഈ കുഞ്ഞു വീട്, നമ്മളെ നാട് പോലെ തന്നെ, വ്യത്യാസമൊന്നും കാണുന്നില്ല. കറക്റ്റ് നാട്ടിലെ സെറ്റപ്പ് തന്നെ. ഇത് കണ്ടോ, ഇതെല്ലാം നാട് പോലെ തന്നെയല്ലേ. ഞങ്ങളിപ്പോൾ കയറിയപ്പോൾ നമ്മുടെ കുഞ്ഞ് മാത്രം, അവളാണ് പുറകെ ഇരിക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ബെഡൊക്കെ കിടന്ന് ഉറങ്ങും. അതേ കണ്ടോ, ഇത് കണ്ടോ, പള്ളിയുടെ അകത്തേക്ക് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. എന്താ പറയുക, വീടുകളുടെ ഒക്കെ ഇടയിൽ കൂടെ. അതാണ് ഇവിടെ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ ഒക്കെ ഒരു വെച്ചേക്കുന്നത്. യെസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. ലേഡി ഓഫ് വേളാങ്കണ്ണി ഷ്രൈൻ നമ്മളെത്തി. ആ സൈഡ് നോക്കിക്കേ, കടൽ. നമ്മുടെ വേളാങ്കണ്ണി പോലെ തന്നെ. നമ്മുടെ പള്ളി വേളാങ്കണ്ണി, തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറേ നടന്നു ചെല്ലുമ്പോഴാണ് കടലെങ്കിൽ, ഇവിടെ ഈ പള്ളിയുടെ സൈഡിൽ തന്നെ കടലുണ്ട്. ആണ്ടേ പള്ളി. ഇവിടെയും അതുപോലെ എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ഉള്ള പള്ളിയായിരിക്കും. കൊടിമരം, അമ്മേ, ഇതിൻ്റെ കൊത്തുപണികളുള്ള കൊടിമരം കേട്ടോ, ചുമ്മാ വെറും കൊടിമരമല്ല. ഇത് തടി വെച്ച് പണിതേക്കുന്നതാണേ, തടി വെച്ചുള്ള കൊടിമരം ഇത്. പള്ളിയുടെ പരിസരം, ഈ ഏരിയ കാണാനേ ഭയങ്കര ബ്യൂട്ടിഫുൾ. ഈ ഏരിയ ഭയങ്കര രസമുണ്ട്. ഇപ്പുറത്തേക്ക് മാറിയിട്ട് നമ്മുടെ ഈ മല പോലെയാണ് കാണാൻ. മല കണക്ക് നല്ല ഗ്രീനറി. ഇവിടെ പള്ളി ഇതാണ്ട് അവിടെ കടൽ. ഭയങ്കര രസം കാണും. ഭയങ്കര വ്യൂ ഉള്ളൊരു സ്ഥലമാണ് ഇത്. ഭയങ്കര രസം. ഇത് അപ്പുറത്ത് മല, ഇവിടെ കടൽ, ഇവിടെ പള്ളി. അങ്ങേറ്റത്തല്ല, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പാർക്ക് ചെയ്തേക്കുക ബോട്ടുകളെല്ലാം. ഫിഷിങ്ങിന് പോകുന്ന ബോട്ടാട്ടോ അതെല്ലാം. പാർക്ക് ചെയ്തേക്കുവാണ് അവിടെ. നൈസ്. ഇവിടെ ഒന്നും തിരക്കില്ല, അതാണ് നമുക്കൊരു ഉപകാരം. അത് കണ്ടോ, ഒരു പൂച്ച വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇത് അതിൻ്റെ അകത്ത് കയറിയത്. സുഖമായിട്ടിരിക്കാമല്ലോ. ഇത് കണ്ടോ, ബെരാക്കി ഉറങ്ങി അങ്ങ് എഴുന്നേറ്റേ ഉള്ളൂ. ബെരാക്കി ഫസ്റ്റ് ആദ്യമായിട്ടാട്ടോ വേളാങ്കണ്ണിയിൽ വരുന്നത്, വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിൽ വരുന്നത്. അമ്മച്ചി ആദ്യമായിട്ട്. അമ്മച്ചി പിന്നെ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പള്ളി പോയിട്ടുണ്ടോ? അപ്പം അമ്മച്ചി പോയിട്ടുണ്ട്. ഓക്കെ, പള്ളിയുടെ അകത്തേക്ക് കയറണേ. എങ്ങനെയാ പള്ളി? എന്തൊരു ബ്യൂട്ടിയാന്ന് നോക്കിക്കേ. അവിടെ വേളാങ്കണ്ണി മാതാവ് ഇരിക്കുന്നു. നൈസ്. ഇരിക്കുന്ന വേളാങ്കണ്ണി മാതാവ് കണ്ടോ അവിടെ? ആ മാതാവിൻ്റെ രൂപം തന്നെയാണ്, അൾത്താരയിലുള്ള രൂപം തന്നെയാണ് നമ്മുടെ വേളാങ്കണ്ണിയിലും അൾത്താരയിലുള്ള രൂപം, തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിൽ. ഈ വേളാങ്കണ്ണി മാതാവാണ് ശരിക്കും നമുക്ക് വേളാങ്കണ്ണി മാതാവ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഐക്കോണിക് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം. ഇവിടെ വെച്ചേക്കുന്ന കുരിശ് കണ്ടോ? ശരിക്കും നോക്കിക്കേ, അതിൻ്റെ താഴെവശം നോക്കിക്കേ, നമ്മുടെ നങ്കൂരം, ആങ്കറില്ലേ, നങ്കൂരത്തിൻ്റെ ഒരു മോഡലിൽ പണിതേക്കുന്ന ഈ കുരിശ്. അത് കടലിൻ്റെ സ്ഥലമായതുകൊണ്ടായിരിക്കാം അങ്ങനെ. ബെരാക്കി ആണെങ്കിൽ എന്താണെന്ന് ഒരു പിടുത്തമില്ലായിരിക്കും കേട്ടോ. ബെരാക്കി എഴുന്നേൽക്കുമ്പോൾ ഒരു സ്ഥലത്താണ്, കണ്ണടയ്ക്കുമ്പോൾ വേറെ സ്ഥലത്ത്, എഴുന്നേൽക്കുമ്പോൾ വേറെ സ്ഥലത്ത്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ ഡ്രസ്സാട്ടോ. ഒഫീഷ്യൽ ഇൻ ദ സെൻസ്
ഇവിടെയുള്ളവർ ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇടുന്നത്. ലേഡീസ് ഇങ്ങനത്തെ ഡ്രസ്സും ജെൻസ് വേറൊരു ടൈപ്പും. ഇതുപോലെ ഡൊണേറ്റ് ചെയ്തേക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ബെഞ്ചസിലും അങ്ങനെ പഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അവരെ വേണമെങ്കിൽ ഒന്ന് സ്മരിക്കാം. അപ്പോൾ ആണുങ്ങളുടെ ഡ്രസ്സെന്ന് പറഞ്ഞില്ല, ആണുങ്ങളുടെ ഡ്രസ്സ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിങ്ങനെയാണേ. ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണേ. പള്ളിയുടെ ഓഡിറ്റോറിയം ആയിരിക്കാം ഇത്, ഓപ്പൺ ഓഡിറ്റോറിയം ആയിരിക്കാം. ഇതുണ്ടല്ലോ കടലിപ്പോൾ അവിടെ അല്ലേ കിടക്കണേ. ഇത് മഴയുടെ സമയമാകുമ്പോഴത്തേനും കടൽ ഇവിടെ വരെ വരുമെന്ന്, ഈ സ്ഥലം വരെ വരും കടലിൽ നിന്ന്. ദൈവമേ, ഇപ്പം അത് അവിടെ പോയിരിക്കുന്നുണ്ടെങ്കിലേ മഴയാകുമ്പോഴത്തേനും അത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം കയറുമെന്നാണ് പറഞ്ഞത്. അടിപൊളി. ഇതെനിക്ക് അച്ഛന്മാരുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ കുരിശൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ നമുക്കിവിടെ റൂമൊക്കെ ബുക്ക് ചെയ്യാം. റൂമൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് സ്റ്റേ അടിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പള്ളിയുടെ പരിസരത്തായിട്ടേ ഇങ്ങനെ കുറേ നമ്മൾ ആ ബാന്ദ്രപ്പള്ളി പോയപ്പോൾ കണ്ടില്ലേ ഒരു സാധനം ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നത്. ആ സാധനം ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് സമരിയക്കാരി സ്ത്രീയുടെ സ്റ്റോറി. അതെ, അവിടെ അങ്ങനെ സ്കൾപ്ചർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ മേളിലേക്ക് കയറി പോകാമെന്നൊരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇങ്ങനെ മേളിലേക്ക് കയറി എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ടോപ്പിൽ അവിടെ ഒരു കുരിശുണ്ട്, അവിടെ ഒരു മാതാവുണ്ട്, അവിടെ ഒരു കുരിശുണ്ട്. അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ എൻട്രൻസ് ആയി കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കയറി നേരെ ഇതിലെ കയറി ആ വഴി ഇങ്ങനെ കയറി നമ്മളിത് അവിടെ ആ ഒരു കുരിശ് കണ്ടോ അവിടെ, ആ കുരിശിൻ്റെ ആ പോർഷനിലേക്ക് എത്തും. അവിടെ ഒരു മാതാവുണ്ട്, അതങ്ങനെ ഒരു കുരിശടി വെച്ചേക്കുന്നതായിരിക്കും. ഇവിടെ ഒരു പിയാത്തയുടെ രൂപവും കൂടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാണുന്നത് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത്രയും പൊക്കത്തിലിരിക്കുന്നുണ്ട്. ദാണ്ടെ ഈ ഒരു സ്ഥലത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് നോക്കിക്കേ, അവിടെ നമ്മുടെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം കേട്ടോ. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ, പോസ്റ്റ് കണ്ടോ, 11 kV ഞാൻ തോന്നുന്നു കേട്ടോ. പക്ഷെ സാധനം കണ്ടോ, വരുന്ന വഴിക്ക് ഒരു പോലീസുകാരി ഞങ്ങളെ കൈ കീട്ടി നിർത്തി. ഞങ്ങളുടെ ചേട്ടൻ്റെ ഇവിടെ വണ്ടി ഓടിച്ച ചേട്ടൻ്റെ ലൈസൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാവരെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് എല്ലാവരും മാറ്റി നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ ആളിത് ഇവിടെ വരുന്നുണ്ട്. ഇപ്പം ഈ പരിസരം മൊത്തം ഒന്ന് നോക്കുക. അപ്പോൾ ആ പുള്ളിക്കാരത്തി വന്നിട്ട് ഫോണൊന്ന് ചെക്ക് ചെയ്ത് കേട്ടോ, നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആളുടെ ഫേസ് ഇതിനകത്ത് ഇല്ല എന്ന് കണ്ട പിന്നെയാണ് പുള്ളിക്കാരത്തി പോയത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞു വീട്ടിലേക്ക് എത്താൻ പോകുന്നത്. ഇതിനെ കണ്ടില്ലേ, നമ്മുടെ ലാഫിംഗ് ബുദ്ധ മക്കളെയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് നമ്മുടെ സിംഹത്തിനെ കാണാൻ പറ്റിയില്ല എന്നൊഴിച്ച് ബാക്കിയെല്ലാം വളരെ നന്നായിട്ട് പോയി. അപ്പോൾ ഇന്ന് ഇത്രയും നേരം ഞങ്ങളുടെ വ്ളോഗ് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ഇറ്റ്സ് us ബ്ലഷ ആൻഡ് കോബ്ര. ഓ ഉറങ്ങി അങ്ങ് വീട്. സൈനിങ് ഓഫ്, ബൈ.